പക്ഷെ ജിൻഡോ ജോൺ ഒരു രാസായുധ പ്രയോഗം ഉണ്ടായാൽ അതിന്റെ കെടുതി തലമുറകളിലേക്ക് വ്യാപിക്കും എന്ന് നമ്മൾ പറയാറുണ്ട്. ഇവിടെ നമുക്ക് യുദ്ധമൊന്നുമില്ല, പക്ഷെ ഒരർത്ഥത്തിൽ ഇതൊരു മിനി രാസായുധ പ്രയോഗമാണ്. ഇത്ര മാരകമായിട്ടുള്ള കെമിക്കലുകൾ പുഴയിലേക്ക് ഒഴുക്കിവിടുമ്പോൾ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഇവിടെ ഇപ്പോൾ ഡോക്ടർ എം കെ മുകുന്ദൻ വിശദീകരിച്ചല്ലോ. അത് മനുഷ്യരുടെ ഉള്ളിലേക്ക് എത്താനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്, പല തലത്തിൽ പല രൂപത്തിൽ. അങ്ങനെ നമ്മൾ തലമുറകളെ തന്നെ ഒരു തരത്തിൽ കുഴപ്പത്തിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. നിർബാധം ഇത് തുടരുകയാണ്. ഇത് മോണിറ്റർ ചെയ്യേണ്ട ആളുകൾ, റെഗുലേറ്റ് ചെയ്യേണ്ട ആളുകൾ കയ്യും കെട്ടി നോക്കിയിരിക്കുന്നുണ്ട്. ഈ കമ്പനികളൊക്കെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന, അവർക്ക് ഈ മാലിന്യങ്ങൾ പ്രോസസ്സ് ചെയ്ത് പൈസ ചെലവഴിക്കാൻ ഇല്ലെങ്കിലും സംഭാവന കൊടുത്തും അല്ലെങ്കിൽ പണം കൊടുത്തും ഒക്കെ സ്വാധീനിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് താനും. നമുക്ക് നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പറഞ്ഞോളൂ ഷിജിൻഡോ, പറഞ്ഞോളൂ. 3 സാറിലേക്ക് ഞാൻ വരാം. നമ്മുടെ സർക്കാരുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ചില അനാസ്ഥ നമ്മൾ പ്രത്യേകം എടുത്തു പറയണമല്ലോ. കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വാട്ടർ ബഡ്ജറ്റ് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു സംസ്ഥാനം. നമ്മുടെ ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റുകളെ കൊണ്ട്, പഞ്ചായത്തുകളെ കൊണ്ട്, മുനിസിപ്പാലിറ്റികളെ കൊണ്ടൊക്കെ വാട്ടർ ബഡ്ജറ്റ് നടത്തുകയും അതിന് ട്രെയിനിങ് കൊടുക്കുകയൊക്കെ ചെയ്തു. അപ്പോൾ വലിയ രീതിയിലായിട്ട് കൊട്ടിഘോഷിച്ച് പ്രഖ്യാപിച്ചൊരു പദ്ധതിയാണ്. അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് ഇന്ന് കേരളത്തിലെ പൊതുസമൂഹത്തോട് പറയാനുള്ള ബാധ്യത സംസ്ഥാനം ഭരിക്കുന്ന പിണറായി സർക്കാരിനുണ്ട്. ഒന്നാമത്തത്, ഇവർ കുറേ പദ്ധതികൾ പറഞ്ഞു. ഇപ്പോൾ ഒരു പദ്ധതിയുടെ അനുഭവം ഞാൻ ഇന്ന് എൻ്റെ അനുഭവം പറയാം. അത് ഓപ്പറേഷൻ ബ്രേക്ക് ത്രൂ, ഡച്ച് മാതൃക, റൂം ഫോർ റിവർ എന്നൊക്കെ പറഞ്ഞ് കുറേ പദ്ധതി പറഞ്ഞല്ലോ. അതിലൊരു പദ്ധതിയുടെ ഇന്നത്തെ അനുഭവസ്ഥനാണ് ഞാൻ. ഈ മാതൃഭൂമി ചർച്ചയ്ക്ക് വേണ്ടി വരുമ്പോൾ എൻ്റെ കാറിൻ്റെ ഡോറൊപ്പം വെള്ളക്കെട്ടിലൂടെയാണ് വരുന്നത്. വരുന്ന വഴിക്ക് ഈ കൊച്ചി നഗരത്തിൽ കലൂരുള്ള ഏതാനും വീടുകളിലോ ഞാൻ കണ്ട വീടുകളിലൊക്കെ വെള്ളം കയറിയിരിക്കുക. അവർക്കൊക്കെ വലിയ രീതിയിൽ ഡച്ച് മാതൃകയും റൂം ഫോർ റിവർ എന്താണെന്നും പഠിപ്പിച്ചു കൊടുത്ത സർക്കാരാണ് കേരളം ഇന്ന് ഭരിക്കുന്നത്. ഇവിടെ മത്സ്യക്കുരുതിയല്ല, മനുഷ്യക്കുരുതി നടന്നാലും ഒരു മനസ്സലിവും ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകില്ല. കാരണം ലക്ഷക്കണക്കിന് രൂപയുടെ, കോടിക്കണക്കിന് രൂപയുടെ കൂട് മത്സ്യകൃഷി നഷ്ടപ്പെട്ടത് മാത്രമല്ല, ഉൾനാടൻ മത്സ്യപിടുത്തവുമായി ബന്ധപ്പെട്ട് മാർഗം കണ്ടെത്തുന്ന ആളുകളുടെ വരുമാന മാർഗം ഇല്ലാതാക്കുന്നു. ഒരു രീതിയിലും കേരളത്തിലെ മനുഷ്യർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇനി ഇതിന് ദൂരവ്യാപകമായിട്ടുള്ള ആരോഗ്യ രോഗങ്ങൾക്കുള്ള സാധ്യത വരുന്നു. ഇവിടെ നമ്മൾ ജലത്തിലുണ്ടാകുന്ന ജലമലിനീകരണത്തെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കുന്നത്. വായു മലിനീകരണം കൂടി നമ്മൾ സംസാരിക്കണം. ഏലൂർ എടയാർ ഇൻഡസ്ട്രിയൽ ബെൽറ്റിലൂടെ യാത്ര ചെയ്യുമ്പോൾ, ഈവനിങ്ങിൽ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് കണ്ണെരിയുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ് ഒന്നാമത്തെ ഉത്തരവാദി എന്ന് പറഞ്ഞാൽ, പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഭരണ നേതൃത്വത്തിലിരിക്കുന്ന മന്ത്രി ആരാ? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ഒന്നും പറയാനുണ്ടാവില്ല. കാരണം 13 ദിവസക്കാലം കൊച്ചി നഗരത്തിലെ ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിന് തീ പിടിച്ചിട്ട് കൊച്ചി നഗരത്തിന് ചുറ്റുപാടുള്ള 10-25 കിലോമീറ്റർ ആകാശപരിധിക്കകത്തുള്ള കൊച്ചിയും സമീപ ജില്ലകളിലേക്ക് അടക്കം വിഷവാതകം വമിച്ചിട്ടും ആളുകൾ മരണത്തോട് മല്ലടിക്കുന്ന രീതിയിൽ വീടുകൾ ഉപേക്ഷിച്ച് പോകുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും യാതൊരു ഇടപെടലും നടത്താതിരുന്ന ഒരു മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പിണറായി വിജയനാണ് കേരളത്തിലെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് നേതൃത്വം കൊടുക്കുന്നത്. ഇവിടെ ഈ പുഴയിൽ നിന്ന്, പെരിയാറിൽ നിന്നാണ് കൊച്ചി നഗരത്തിലും സമീപ പ്രദേശങ്ങളിലും അടക്കം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെയൊക്കെ അധികാര പരിധിക്കകത്ത് വരുന്ന സ്ഥലങ്ങളിലേക്കൊക്കെ കുടിവെള്ള വിതരണം നടത്തുന്നത്. ഇവിടെ കൊച്ചി കേന്ദ്രീകരിച്ച് മാലിന്യ മാഫിയ, CPM-ന്റെ നേതൃത്വത്തിലുള്ള മാലിന്യ മാഫിയയാണ് ഈ പെരിയാറിലെ ഈ മലിനീകരണം അടക്കം, ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ മലിനീകരണം അടക്കമുള്ള വിഷയങ്ങളിൽ ഒന്നാം പ്രതി. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് മാത്രമല്ല, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യവസ്ഥാപിത വകുപ്പ് മാത്രമാണ്. അവരെ ഭരിക്കുന്നതാരാ? ഇവിടുത്തെ ഭരണകർത്താക്കളാണ്. അവരെ ഭരിക്കുന്നതാരാ? ആ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയാണ്. ആ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഇന്ന് ആ പ്രദേശത്തെ കോടിക്കണക്കിന് രൂപയുടെ കൂട് മത്സ്യകൃഷി നഷ്ടപ്പെട്ട കർഷകരോട് അവരുടെ കണ്ണീരൊപ്പുന്ന എന്തെങ്കിലും നടപടി സ്വീകരിക്കുന്നതായിട്ട് ഒരു അഭിപ്രായ പ്രകടനം നടത്തിയതായിട്ട് അഭിലാഷനോ ഈ ചർച്ചയിലിരിക്കുന്ന ആർക്കെങ്കിലും സൂചിപ്പിക്കാൻ പറ്റുമോ? ഈ സംസ്ഥാന സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ ഏതെങ്കിലും പ്രതിനിധികൾ ഈ പാവപ്പെട്ട മനുഷ്യരുടെ ജീവിതമാർഗം ഇല്ലാതാക്കിയ, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ കുടിവെള്ളത്തിൽ വിഷം കലക്കിയ ഈ നടപടിക്കെതിരെ ഒന്ന് ആഞ്ഞ് ശബ്ദിച്ചതായിട്ട് ഈ 2 ദിവസത്തിനുള്ളിൽ നമുക്ക് കാണാൻ കഴിയുമോ? ഈ ചത്തുപൊങ്ങിയ മത്സ്യങ്ങളെ കാക്കകൾക്ക് പോലും വേണ്ടെന്ന് പറയുമ്പോൾ അതിനേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്കാണ് കേരളത്തിലെ, ഈ മധ്യ കേരളത്തിലെ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ ഗതി പോകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഞാൻ പറഞ്ഞു പൂർത്തിയാക്കുന്ന ഇത്രയേ ഉള്ളൂ. പുഴയിൽ ഒഴുക്കിക്കളഞ്ഞ മാലിന്യത്തെക്കാൾ വലിയ മാലിന്യ
കൂമ്പാരം കെട്ടി നിൽക്കുന്ന മനസ്സുമായിട്ടാണ് കേരളത്തിലെ മന്ത്രിസഭ പോകുന്നത്. അതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങളിലൊന്നും ഒരു അഭിപ്രായം അവർക്ക് പറയാൻ പറ്റാത്തത്, നടപടി സ്വീകരിക്കാത്തത്. ദിവസങ്ങളോളം കാലങ്ങളോളമായിട്ട് ഇതിങ്ങനെ നടക്കുമ്പോൾ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്തിക്കൊണ്ട് നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിച്ചുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ വിശ്വാസത്തെ ഉറപ്പാക്കാനുള്ള നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കാനുള്ള ആർജവമെങ്കിലും സർക്കാർ കാണിക്കണം. ശരി.